അല്ല, ഇവിടെ ഈ ബഡ്ജറ്റ് ഒരു ദീർഘകാലത്തേക്കുള്ള ചില കാര്യങ്ങൾ, ചില പദ്ധതികൾ ഇതിൽ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് മിഷൻ സബ്ദിര പോലുള്ള പരിപാടികൾ, അതുപോലെ തന്നെ കേരളത്തെ ഒരു തുറമുഖ നഗരം, കേരളത്തെ ഒട്ടാകെ ഒരു തുറമുഖ നഗരമായിട്ട് വികസിപ്പിക്കുക, അതുപോലെ നോളജ് വാലി, അതുപോലെ കേരളത്തിൻ്റെ ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി, മാരിടൈം സമീപനങ്ങൾ, അതുപോലുള്ള നിരവധി കാര്യങ്ങൾ, അന്താരാഷ്ട്ര മ്യൂസിയം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലോങ് ടേമിൽ കേരളത്തിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് വലിയ അടിസ്ഥാനം ഒരുക്കുന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ ആ ഒരു പ്രത്യാശ ഈ ബഡ്ജറ്റ് പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും നമ്മൾ കാണേണ്ട ചില വസ്തുതകളുണ്ട്. അതായത് നമ്മൾ കറണ്ട് സിറ്റുവേഷനെ കൂടി ഒരു ബഡ്ജറ്റ് പരിഗണിക്കണം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞോ 15 വർഷം കഴിഞ്ഞോ നടപ്പാക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ചല്ല. അതായത് കെയ്ൻസ് തന്നെ പറഞ്ഞിട്ടുള്ള ഇൻ ദ ലോങ് റൺ വി ആർ ആൾ ഡെഡ് എന്ന് പറയും. അതായത് ലോങ് റണ്ണിലെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ പലരും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഷോർട്ട് ടേമിലെ ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അത്തരം പ്രശ്നങ്ങൾ, ദീർഘകാല പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ബഡ്ജറ്റ് വാചാലമാകുമ്പോൾ അടിസ്ഥാനപരമായ കാതലായിട്ടുള്ള ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ബഡ്ജറ്റ് അഡ്രസ് അങ്ങ് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു മാറ്റമുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമോ പദ്ധതിയോ ബജറ്റിൽ ഇല്ല എന്നാണ്. അല്ല, ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഉദാഹരണത്തിന് ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലും ആകെ ഉണ്ടായിരിക്കുന്ന വിലക്കയറ്റം നമ്മളൊന്ന് പരിശോധിക്കുക. എല്ലാ സാധനങ്ങളുടെയും വിലയിലുണ്ടായിരിക്കുന്ന വർധന. ഉദാഹരണത്തിന് അത് ഗ്ലോബൽ സിറ്റുവേഷൻ അതിനെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും ഇറാൻ അമേരിക്ക യുദ്ധം അടക്കമുള്ള കാര്യങ്ങളും എണ്ണവില ഉയർന്നതും എല്ലാം അതിനെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഈ ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ് പ്രൈസ് റൈസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വിലക്കയറ്റം, രൂക്ഷമായ വിലക്കയറ്റം. പല സാധനങ്ങളുടെയും വില 100 മുതൽ 150% വരെ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തെ പദ്ധതികളെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന ബഡ്ജറ്റ് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നില്ല. ഇപ്പോൾ സിവിൽ സപ്ലൈസിനെ നശിപ്പിച്ചു, തകർത്തു, അതിന് 3000 കോടി രൂപയുടെ ഇതുണ്ട്. എല്ലാ മേഖലയ്ക്കും വേണ്ടി 100 കോടി രൂപ, 50 കോടി രൂപ, 25 കോടി രൂപ, 10 കോടി രൂപ എല്ലാം വകവയ്ക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബാധിക്കുന്ന പൊതുവിതരണ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ബഡ്ജറ്റ് വലിയ രീതിയിലുള്ള നികുതി വർധനവ് ഇത്തവണ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. 40 ലക്ഷത്തിന് മുകളിൽ വാഹനം വാങ്ങുന്നവർക്കുള്ള ഒരു നികുതി വർധനവ് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ വിലക്കയറ്റം ഉണ്ടാകുന്ന യാതൊന്നും തന്നെ ഇല്ലല്ലോ ബജറ്റിൽ. അതിൽ നമുക്ക് ആശ്വസിക്കാൻ കഴിയില്ലേ? അല്ല, നികുതി വർധന ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. നികുതി വർധന നടപ്പാക്കാൻ പറ്റുന്ന മേഖലകൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ വളരെ പരിമിതമാണ്. ഇപ്പോൾ കാറുകളുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ മദ്യത്തിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങളല്ലാതെ GST നികുതി സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറിയതോടുകൂടി കേരളത്തിന് അത്തരത്തിൽ നികുതി ഉയർത്തി വരുമാനം ഉയർത്തുന്നതിനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് ആ ഒരു ഭാഗത്തെക്കുറിച്ച് നമുക്ക് സംസ്ഥാനത്തിന് ഇനി ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. 82,000 കോടി രൂപയുടെ ബാധ്യത തലയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 21,000 കോടി രൂപയുടെ പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ വാക്വം അല്ലെങ്കിൽ ഈ ഒരു ബാലൻസ് ഇല്ലായ്മ, ഈ ഇംബാലൻസ് എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ള നിർദ്ദേശം നമ്മൾ ബഡ്ജറ്റിൽ കാണുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിഷൻ സമുദ്രയെക്കുറിച്ച് വന്നിട്ടുണ്ട്, ഭയങ്കരമായ, അതെല്ലാം നല്ല പ്രോജക്റ്റുകൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ദീർഘകാല അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രോജക്റ്റുകളെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്ന അതിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള ഒരു പ്രശ്നം എന്താ? കിഫ്ബിയെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു സമിതിയെ വയ്ക്കുമെന്ന് പറയുന്നത്. അപ്പോൾ കിഫ്ബി വേണ്ട, ശരി, ഓക്കെ, കിഫ്ബി വേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അതങ്ങനെ പോകട്ടെ. പക്ഷേ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു ബദൽ മാർഗം മുന്നോട്ട് വയ്ക്കണം. കിഫ്ബി വാനിഷ് ചെയ്യും, കിഫ്ബിയെ ഇല്ലാതാക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കിഫ്ബിയെക്കുറിച്ച് പഠിക്കും എന്നുള്ളതിന് വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞ, പുതിയതായി നമ്മൾക്ക് റിസോഴ്സ് മൊബിലൈസേഷനുള്ള
ഒരു സാധ്യതകൾ എന്താണ് ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം.